പ്രശ്നത്തിലായിട്ടാണ് നമ്മുടെ സമസ്ത ഇപ്പോൾ നിൽക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം ഇന്നലെ നമുക്കറിയാം സമസ്ത മുശാവറ യോഗം നടന്നു. സമസ്ത മുശാവറ യോഗം എന്ന് പറയുമ്പോൾ സമസ്തയിലെ മഹാപണ്ഡിതന്മാരായ 40 അംഗ മുശാവറ യോഗം, ആ പണ്ഡിതന്മാർ മാത്രം പങ്കെടുക്കുന്ന, തികഞ്ഞ വിവരമുള്ള പാണ്ഡിത്യമുള്ള പണ്ഡിതന്മാർ പങ്കെടുക്കുന്ന ആ യോഗം ഇന്നലെ നടന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പക്ഷേ ഈ യോഗം, സമസ്ത മുശാവറ യോഗം നടക്കുമ്പോൾ തന്നെ ഏതൊരു അവസരത്തിലാണ് ആ യോഗം നടക്കുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ആ യോഗം ജനങ്ങളും മാധ്യമങ്ങളും ഉറ്റുനോക്കുന്നത് എന്ന് നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഈ മുശാവറ യോഗത്തിന് മുന്നിലുണ്ടായിരുന്നു. കാരണം നമുക്ക് തന്നെ അറിയാം, ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ സുപ്രഭാതത്തിൽ വന്ന പരസ്യം, അതുപോലെ ഉമർ ഫൈസി മുക്കത്തിനെതിരെ ഒരു വിഭാഗം പുറത്താക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ലീഗനുകൂല വിഭാഗങ്ങളുടെ പരാതി, അതുപോലെ നമ്മുടെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സംസ്ഥയിലെ ലീഗ് അനുകൂല വിഭാഗം പൂക്കോട്ടൂരിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക യോഗം ചേർന്ന്, ഒരു കമ്മിറ്റി ചേർന്ന് ഒരു പുതിയ സംഘടന ഉണ്ടാക്കുവാൻ ശ്രമിച്ച, എന്നിട്ട് പാളിപ്പോയ ആ സംഭവം, അതുപോലെ 2 ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന സമവായ ചർച്ച, മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി ഒരു സാദിഖലി തങ്ങളുടെയും ജിഫ്രി തങ്ങളുടെയൊക്കെ നേതൃത്വത്തിൽ ഈ 2 വിഭാഗത്തെ ശ്രമിച്ച സമവായ ചർച്ചയിൽ ഒരു വിഭാഗം വന്നില്ലെന്ന കാര്യത്തിലുള്ള ചർച്ച, അതുപോലെ ഇപ്പോൾ CIC പ്രശ്നം, സമസ്ത പ്രശ്നമാക്കിയതിനെ തുടർന്ന് CICയുടെ നേതൃത്വത്തിൽ നിന്ന് ഹക്കീം വൈസിയെ പുറത്താക്കിയിരുന്നെങ്കിലും അദ്ദേഹത്തെ തൽസ്ഥാനത്ത് തന്നെ നിയമിച്ചുകൊണ്ടുള്ള CIC പ്രശ്നം, ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് മുന്നിലുള്ളപ്പോഴായിരുന്നു ഈ സമസ്ത മുശാവറ ഇന്നലെ ചേർന്നത് എങ്കിൽ എന്താണ് ഇപ്പം സംഭവിച്ചത് എന്ന് നമുക്ക് പറയാനാവാത്ത രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഒരുപാട് കാര്യങ്ങൾക്ക് ഇന്ന് പരിഹാരമുണ്ടാകുമെന്ന് പലപ്പോഴും സമസ്ത അനുയായികൾ എന്ന നിലക്ക് കേരളത്തിലെ സുന്നികൾ അതിനെ ഉറ്റുനോക്കുകയും കൂടി ചെയ്യുന്ന ഒരു മുശാവറയാണ് നടന്നതെങ്കിൽ, ആ മുശാവറക്ക് ശേഷം വന്ന വാർത്തകൾ എന്ന് പറയുന്നത് നമുക്ക് ഏറെ സുഖകരമാകുന്ന ഒരു വാർത്തയല്ല. ഏതായാലും വാർത്തയൊന്ന് കേൾക്കാം. ഫൈസി മുക്കത്തെ ചൊല്ലി സമസ്ത മുശാവറയിൽ പൊട്ടിത്തെറി. ഉമർ ഫൈസിയുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യുമ്പോൾ യോഗത്തിൽ നിന്ന് മാറി നിൽക്കണമെന്ന നിർദ്ദേശം ഉമർ ഫൈസി തള്ളി. പ്രസിഡന്റിന്റെ നിർദ്ദേശം അംഗീകരിക്കാത്തത് എന്തെന്ന് ബഹാവുദ്ദീൻ നദ്വി ചോദിച്ചപ്പോൾ നിങ്ങൾ കള്ളന്മാർ പറയുന്നത് പോലെ ചെയ്യാനാകില്ല എന്നായിരുന്നു ഉമർ ഫൈസിയുടെ മറുപടി. എല്ലാവരും കള്ളന്മാർ എന്ന് പറയുമ്പോൾ താനും ഉൾപ്പെടുമെന്ന് പറഞ്ഞ ജിഫ്രി തങ്ങൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. നമ്മൾ ഈ കേട്ട വാർത്ത എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ യോഗം ചേർന്ന് അതിൽ നിന്ന് ആരെങ്കിലും ഇറങ്ങിപ്പോയി എന്ന് പറയുന്നൊരു വാർത്തയല്ല. ഏതൊരു കേരളത്തിലെ സുന്നി പ്രവർത്തകനും ഏറെ വിഷമമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ഈ കേട്ടിരിക്കുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തികഞ്ഞ 40 പണ്ഡിതന്മാർ മാത്രം പങ്കെടുക്കുന്ന ഒരു യോഗത്തിന് ശേഷം വന്ന വാർത്തയാണിത്. ഇതെങ്ങനെ ഇനി ഇത്തരത്തിലൊരു സംഭവം നടന്നു എന്ന് തന്നെ വെക്കുക. നമ്മൾ ആരും, ഞാനും നിങ്ങളും, ഒരുപക്ഷെ എന്നെ ശ്രവിക്കുന്ന നിങ്ങളും ഞാനും ഇത് കണ്ടിട്ടില്ല, നേരിട്ട് കണ്ടവരല്ല. പക്ഷെ ഇതെങ്ങനെ പുറത്തു വന്നു എന്നുള്ളതാണ് അതൊരു വലിയ പ്രശ്നമല്ലേ. 40 മുശാവറ അംഗങ്ങൾ മാത്രം അറിയുന്ന, അവർ മാത്രം പങ്കെടുത്ത യോഗത്തിൽ നടന്ന ഒരു സംഭവം എന്തിനു പുറത്തുവിടുന്നു എന്നുള്ളതാണ്. ഈ വിഷയം തന്നെ ഈ ചർച്ചയ്ക്ക് വരുന്ന ഉമർ ഫൈസി മുക്കത്തെക്കുറിച്ച് അദ്ദേഹത്തെ പുറത്താക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം സമസ്ത മുശാവറക്ക് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചർച്ച ചെയ്യുമ്പോൾ ഉമർ ഫൈസി മുക്കം മാറി നിൽക്കണമെന്ന് പറഞ്ഞു. ഉമർ ഫൈസി മുക്കം അതിനെ അംഗീകരിച്ചില്ല, എന്തോ ഒരു വാക്ക് പ്രയോഗിച്ചു എന്നാണ്. ഏതായാലും അത് ഞാൻ പറയുന്നില്ല. പിന്നെ അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ, അത് ഉള്ളത് തന്നെയാണോ, സത്യമാണോ എന്നൊന്നും അറിയാത്ത പക്ഷം നമ്മളത് പ്രയോഗിക്കുന്നത് ശരിയല്ല. അത് ഉണ്ടാവുകയില്ലെന്നാണ് എന്ന് വിശ്വസിക്കാനാണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല. വേറെ ഏതെങ്കിലും ഒരു വാക്കിനെ വളച്ചൊടിക്കാൻ ഇത് പുറത്തുവിട്ട ആളുകൾ, ബഹാവുദ്ദീൻ നദ്വിയാണ് ഇത് പുറത്തുവിട്ടത് എന്ന് പറയപ്പെടുന്നു. നമുക്കതിലേക്ക് വരാം. അതിനു മുമ്പ് അങ്ങനെ പുറത്തുവിട്ടവർ തെറ്റിദ്ധരിപ്പിച്ചതോ അല്ലെങ്കിൽ വാർത്തകളിൽ വന്ന തെറ്റിദ്ധാരണയോ മറ്റോ ആകാമെന്ന് വിശ്വസിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ഏതായാലും വളരെ ഗൗരവമുള്ള ഒരു സംഭവമാണ് ഇത് പുറത്തു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ. പിന്നെ ഇത്തരത്തിലൊരു സംഭവം ഈ തികഞ്ഞ പണ്ഡിതന്മാർക്കിടയിൽ നടക്കുക എന്ന് പറയുന്നതും
വളരെ ദൗർഭാഗ്യകരമായ വിഷയമാണ്. ഈ സമസ്ത ഏത് അവസ്ഥയിലേക്കാണ് ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത്? ഇത് കാണുന്ന സമയത്ത് ഒരൊറ്റ വിഷയം, ഞാൻ എപ്പോഴും പറയുന്ന ഒരു വിഷയം, രാഷ്ട്രീയ പ്രസ്ഥാനം മതസംഘടനയിൽ യോജിച്ചു പോവില്ല. അത് രണ്ടും രണ്ടായി തന്നെ നിലനിൽക്കണമെന്ന ഒരു പോയിന്റിലേക്കാണ് ഈ വിഷയങ്ങൾ മുഴുവനും വിരൽ ചൂണ്ടുന്നത്. രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സ്വാധീനം മതപണ്ഡിതന്മാർ വളരെ ശക്തമായി 40 മഹാപണ്ഡിതന്മാർ മാത്രം ഈ ചേരുന്ന യോഗത്തിൽ പോലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അവരുടെ പ്രവർത്തനങ്ങൾ വിലപ്പോവുന്നു എന്ന് തന്നെ വേണം ഇതുകൊണ്ട് മനസ്സിലാക്കാൻ. ആ ഒരു കാരണം കൊണ്ടാണ് ഇന്നലെ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത്. കാരണം മതം പറഞ്ഞതിൻ്റെ പേരിലാണ് രാഷ്ട്രീയ പ്രസ്ഥാനം, മുസ്ലിം ലീഗ്, ഇത്തരത്തിൽ മുസ്ലിം ലീഗ് അനുകൂലികൾ, അതുപോലെ സമസ്തയിൽ തന്നെയുള്ള മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്ന, സമസ്തയേക്കാൾ വലുത് ഞങ്ങൾക്ക് രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എന്ന രീതിയിലേക്ക് എത്തിപ്പെട്ട ഒരു വിഭാഗം ആളുകൾ ഇദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തത്. ഉമർ ഫൈസി മുക്കം നമുക്കറിയാം സമസ്തയുടെ വിഷയത്തിന് വേണ്ടിയും അതുപോലെ ദീനിൻ്റെ നിയമവുമാണ് പറഞ്ഞത്. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ അദ്ദേഹത്തെ പുറത്താക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം രംഗത്ത് വരുന്നത്. ഇനി അദ്ദേഹം ആരെയോ കൊള്ളിച്ചു പറഞ്ഞു, തങ്ങളെയാണ് കൊള്ളിച്ചത് എന്നൊക്കെ പറയുന്നവർ തന്നെ ഏതെങ്കിലും ഒരു ആഖിറത്തിലേക്ക് വേണ്ട ഒരു വിഷയം നന്നാക്കി കളയാം, ഒരു മസ്അല പറഞ്ഞ് തെറ്റിപ്പോയി എന്നോ മറ്റോ അല്ല പറയുന്നത്. ഇത് തികച്ചും രാഷ്ട്രീയപരമായ ഉദ്ദേശത്തിൽ തന്നെയാണ്. ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ കൈകടത്തലാണ് ഇന്നലെ നടന്ന മുശാവറ യോഗത്തിൽ പോലും സംഭവിച്ച സംഭവ വികാസങ്ങളെന്ന് പറയാതെ വയ്യ. ഏതായാലും ഈ വിഷയം എങ്ങനെ പുറത്തു വന്നു എന്നുള്ളതാണ് ഈ ക്ലിപ്പ്. ഇത് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബഹാവുദ്ദീൻ നദ്വി ഈ യോഗത്തിൽ നടന്ന കാര്യങ്ങൾ ഇങ്ങനെയാണെന്ന് ഉമർ ഫൈസിയെ താറടിച്ച് കാണിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ വേറെ എന്തോ ഉദ്ദേശത്തിൽ, ബാഹ്യമായി നമുക്കതാണ് മനസ്സിലാവുന്നത്, വേണ്ടി പുറത്തു വിട്ടു. അദ്ദേഹം ഏതോ ഒരു പത്രമാധ്യമത്തോട് അല്ലെങ്കിൽ ഏതോ ഒരാളോട് ഇത് വിവരിച്ചു എന്നുള്ളതാണ്. നമുക്കത് ഏതായാലും അതൊന്ന് കേൾക്കാം. സംഗതി സംഭവിച്ചത് മുശാവറയിൽ ഇന്ന് ആദ്യം ഒരു ആമുഖ ഭാഷണം നടത്തി. പൊതു വിഷയങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മളൊക്കെ പണ്ഡിതരാണ്, നമ്മൾ മാതൃകയാണ് സമുദായത്തിലെ തെറ്റിദ്ധാരണകളൊക്കെ തിരുത്തണം എന്നുള്ള വിഷയങ്ങളൊക്കെ ഊന്നിക്കൊണ്ടുള്ള ഒരു ആമുഖ ഭാഷണം. ആ ആമുഖ ഭാഷണത്തിന്റെ അവസാന ഭാഗത്ത് തങ്ങൾ പറഞ്ഞ് ഉമർ ഫൈസിയെ പറ്റിയുള്ള ചില പരാതികളും ചർച്ചകളൊക്കെ ഒന്ന് വരും. ആ സമയത്ത് ഉമർ ഫൈസിയുടെ മാറി ഇരിക്കണം. മുമ്പെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ മുമ്പൊരു അഭാവമുള്ള വേണ്ടത് നല്ലത് എന്ന് പറഞ്ഞാൽ 10-20 മിനിറ്റുള്ള സംസാരം തങ്ങൾ അവസാനിപ്പിച്ചു. അങ്ങനെ യോഗം സാധാരണ നടപടികളുമായി മുന്നോട്ട് പോയി. ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞ ശേഷം പിന്നെ ഞാനാണ് ചോദിച്ചത്, സമസ്തയുടെ കീഴടങ്ങളുടെ നേതാക്കന്മാരിൽ 25 ആൾ സൈൻ ചെയ്തൊരു ഹർജി വന്നിട്ടുണ്ട്, അത് ചർച്ചയ്ക്കെടുക്കുന്നില്ല എന്ന് ചോദിച്ചു. അപ്പോൾ നേതാക്കന്മാർക്കൊക്കെ അറിയാം, എല്ലാവർക്കും ഓരോ കോപ്പി ആയി കൊടുത്തിരുന്നു ഈ ഒപ്പിട്ട ആൾക്കാർ, സംഘടനയുടെ നമ്മുടെ തട്ടത്തിലുള്ള ആൾക്കാരൊക്കെ കീഴടങ്ങളുടെ. അപ്പൊ അത് എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ മാനേജറത് എടുത്തു. മാനേജറുള്ളത് വായിക്കലും അവതരിപ്പിക്കലൊക്കെ. അപ്പൊ അതിൽ ആദ്യം 25 ആൾ ഒപ്പിട്ട ഒരു 6 പേജിലുള്ള ഒരു ആർട്ടിക്കിളാണ്, പിന്നെ ഹർജിയ. അത് വായിച്ചു കഴിഞ്ഞ ശേഷം പിന്നെ സമാനമായ കുറച്ച് പിന്നെ കടലാസുകൾ വേറെ ഉണ്ടായിരുന്നു. കീഴടങ്ങളുടെയും സമസ്ത പ്രവർത്തകന്മാരുടെയും ഒക്കെ ഭാഗത്തു നിന്നുള്ള കത്തുകൾ. അത് സമാന വിഷയങ്ങളായതുകൊണ്ട് ഇതിന്റെ കൂടെ വായിച്ചു. എന്നിട്ട് പിന്നെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. വിഷയത്തിലേക്ക് കടക്കുന്ന ആ സമയത്തും തങ്ങൾ പറഞ്ഞു, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ ഉമർ ഫൈസി ഒന്ന് മാറിയിരിക്കണം, ഉമർ ഫൈസിനെ പറ്റിയുള്ള വിഷയങ്ങളാണ് ചർച്ചയ്ക്ക് വരാൻ പോകുന്നത്. അപ്പൊ ഉമർ ഫൈസി പറഞ്ഞു ഞാൻ മാറിയിരിക്കൂലെന്ന്. മാറിയിരിക്കേണ്ടതില്ല, നമ്മൾ ചർച്ച ചെയ്തോളൂ, ഞാൻ അതിനെതിരൊന്നും പറയുന്നില്ല, പിന്നെ മാറിയിരിക്കണം നിർബന്ധമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, പ്രസിഡന്റ് പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ മാറിയിരിക്കുകയാണ് വേണ്ടത് എന്നല്ല, ഞാൻ ആ വിഷയം പറയല്ല ചെയ്തിട്ടുള്ളത്. ഞാൻ സപ്പോർട്ട് ചെയ്ത് പ്രസിഡന്റിന് മുമ്പ് മാറിയിരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ. അപ്പൊ നിങ്ങളടക്കമുള്ള കുറെ കള്ളന്മാരെന്നുള്ള രൂപത്തിൽ എന്തോ ഒരു വാക്യം മൂപ്പര് പ്രയോഗിക്കുകയും ചെയ്തു. അപ്പൊ പിന്നെ മൂപ്പര് വിഷയം തുടങ്ങുന്നതിന്റെ ഒരു മുന്നോടിയായിട്ട് ഞാൻ പറഞ്ഞ പോലെ ഇളവണ്ണപ്പാറയിൽ പ്രസംഗിച്ചപ്പോ
പിന്നെ ചില ലക്ഷണങ്ങളൊക്കെ പറഞ്ഞിട്ട് ഖാദി ഫൗണ്ടേഷനെ വിമർശിച്ചു, തങ്ങളെ വിമർശിച്ചു എന്നാണ് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് 4 കാലം നടക്കും, പിന്നിൽ മോൾക്ക് വളഞ്ഞ വാലുണ്ടാവും, ഇടക്ക് കുരക്കും, പിന്നെ നായെന്ന് പറയേണ്ടതില്ലല്ലോ. പക്ഷെ ആളുകളൊക്കെ അത് മനസ്സിലാക്കി കഴിഞ്ഞു. ആ ശൈലി ഖുർആനിലുണ്ട് പല സ്ഥലത്തും. ആളെ പേര് പറയാതെ ലക്ഷണങ്ങൾ പറയാ, എന്നിട്ട് ഖുർആൻ വ്യാഖ്യാതാക്കളൊക്കെ പറയുന്നത് അത് ഇന്ന ആളെ പറ്റിയാണെന്ന് പറയുന്നുണ്ട്. എന്നതുപോലെ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ തങ്ങളെയാണ് ജനങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതെങ്ങനെ നിങ്ങളെ മനസ്സിലാക്കാൻ? നിങ്ങൾ കള്ളന്മാരാണ്, നിങ്ങളാണ് കള്ളന്മാര് ഇത് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോ സമസ്തയിലെ മുഷാവറ അംഗങ്ങളുടെ ഇടയിൽ ഇതൊരു വലിയ അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങളത് എന്താണ് ഞാൻ കട്ടെടുത്തത് കള്ളന്മാര് പറഞ്ഞപ്പോ. അപ്പൊ അയാൾ വിശദീകരിച്ച് കള്ളന്മാരാണോ കട്ടെടുക്കാനല്ല ഞാൻ ഉദ്ദേശിച്ചത്, കള്ളം പറയുന്നവരാണെന്നാണ്. അപ്പൊ തങ്ങൾ പറഞ്ഞു ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെ കള്ളന്മാരെന്ന് പറഞ്ഞാൽ ഞാനും അതിൽ പെട്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഇവിടെ ഇനിയോട് ഇരിക്കുന്നത് ശരിയല്ല, ഞാൻ പോവാണ് പറഞ്ഞു. അങ്ങനെ ജിഫ്രി തങ്ങള് മുഷാവറയിൽ നിന്ന് ഇറങ്ങി വന്നു. അതെ, അങ്ങനെ മുഷാവറയിൽ നിന്ന് ഇറങ്ങി. അതാണ് സംഭവിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരു സംഭവം ഈ മുഷാവറ യോഗത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഇത് ഇദ്ദേഹം പുറത്തു പറയാൻ പാടുണ്ടോ? എന്തൊരു വലിയ ഈ മുഷാവറ യോഗത്തിൽ നമുക്കറിയാം ഏറ്റവും വലിയ തെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് പുറത്തുവിട്ടിരിക്കുന്ന ഈ നദവിയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇതൊരു തികഞ്ഞ അച്ചടക്ക ലംഘനം തന്നെയാണ്. ഞാനിത് വെറുതെ പറയുകയല്ല. കാരണം പത്രക്കാർ മുഷാവറ യോഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് കഴിഞ്ഞു പുറത്തു പോവുകയായിരിക്കാം. ആ ഒരു സമയത്ത് ജിഫ്രി മുത്തുക്കോയ തങ്ങളോട് ഓരോ വിഷയങ്ങൾ ചോദിക്കുന്ന സമയത്തും കുത്തി കുത്തി ചോദിക്കുന്നു. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കുത്തി കുത്തി ചോദിക്കുന്ന സമയത്ത് തന്നെ ഈ ജിഫ്രി തങ്ങൾ പറയുന്നുണ്ട്, എല്ലാ വിഷയങ്ങളും നിങ്ങളോട് പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് എല്ലാം പറയുന്നില്ല എന്ന്. അത് നമുക്കൊന്ന് കേൾക്കാം. പിന്നെ അങ്ങനൊന്നും എല്ലാം നിങ്ങളോട് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ നിങ്ങളോട് ഇരുത്താലോ, നിങ്ങളോട് പറയാനുള്ളത് പറഞ്ഞല്ലോ. അപ്പൊ എല്ലാം പറയുന്നില്ല, എല്ലാം നിങ്ങളോട് പറയാൻ പറ്റില്ല, എല്ലാം പരസ്യപ്പെടുത്താൻ പറ്റില്ലെന്ന് ജിഫ്രി തങ്ങൾ തന്നെ ഇവിടെ പറയവേ, നമുക്കറിയാം 40 മുഷാവറ അംഗങ്ങളിലെ ബാക്കിയുള്ള മുഴുവൻ അംഗങ്ങളും ഈ കാര്യത്തിൽ ഇങ്ങനെ ഒരു സംഭവം മുഷാവറ യോഗത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതിൽ സംയമനം പാലിച്ച് പുറത്തറിയിക്കാതിരുന്നപ്പോൾ ഇത് ഉമർ ഫൈസി മുക്കത്തിനെ ബാധിക്കുന്ന വിഷയമാണെന്ന് കരുതി ഉമർ ഫൈസി മുക്കവും ജിഫ്രി തങ്ങളും തമ്മിലുള്ള ഒരു വാക്ക് അസ്വാരസ്യതയാണ്, ഇത് പരസ്യപ്പെടുത്തണമെന്ന ഗൂഢലക്ഷ്യത്തോടു കൂടിയാണ് ബഹാവുദ്ദീൻ നദ്വി ഇത് പുറത്തുവിട്ടത് എന്ന് പറയാതിരിക്കുവാൻ നിർവാഹമില്ല. ഈ ചെയ്ത വിഷയം തെറ്റിൻ്റെ അങ്ങേയറ്റമാണ്. ഈ വിഷയത്തിൽ സമസ്തയിൽ ഇനി പുതിയൊരു വിഷയം ഉടലെടുക്കുകയാണ്. കാരണം ബഹാവുദ്ദീൻ നദ്വിയെ അച്ചടക്ക ലംഘനത്തിന് നദ്വിക്കെതിരെ ആക്ഷൻ എടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയേക്കാം. ഈ വിഷയം അത്തരത്തിലേക്കാണ് പോകുന്നത്. ഏതായാലും ഈ ഒരു സംഭവങ്ങളൊക്കെയും ഇവിടെ നടന്നിട്ടുള്ളത് ഇന്നത്തെ മുഷാവറ ഇത്തരത്തിൽ അലങ്കോലമായിട്ടുണ്ടെങ്കിൽ, ഇത്തരത്തിൽ മുഷാവറയെ തന്നെ പറയിപ്പിക്കുന്ന രീതിയിൽ ഒരു പ്രവർത്തനം നടന്നിട്ടുണ്ടെങ്കിൽ തികച്ചും രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു ഇടപെടൽ മൂലമാണ് സംഭവിച്ചതെന്നും ഈ സംഭവം നടക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ സഹോദര സമസ്തയെ ഓർമ്മ വരികയാണ്. അന്ന് 89-ൽ നമ്മുടെ ഈ സമസ്തയിലുണ്ടായ പിളർപ്പിന് കാരണം തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനവും ഇതും ഒന്നായി പോകാൻ പറ്റില്ലെന്ന് ഒരു വിഭാഗം പറഞ്ഞതിൻ്റെ പേരിലാണ്. ആ പറഞ്ഞ സംഭവം ശരിയാണോ എന്ന് തോന്നിപ്പോകുന്ന ഏതൊരു പ്രവർത്തകനും, ഏതൊരു സുന്നി ആശയക്കാരനും, ഏതൊരു സമസ്തക്കാരനും അത് ശരിയായിരുന്നോ എന്ന് ചിന്തിക്കാൻ വകയുള്ള ആയിരുന്നു എന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഇന്നലെ ഉണ്ടായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അംഗങ്ങളെന്നോ അനുകൂലികളെന്നോ വിളിക്കപ്പെടാവുന്നവർ മുഷാവറ യോഗത്തിൽ തന്നെ ചെയ്ത ഈ പ്രവൃത്തി എന്ന് പറയാതെ വയ്യ. ഏതായാലും ഈ വിഷയത്തിൽ ഇത് തികഞ്ഞ പണ്ഡിതന്മാർ മാത്രം പങ്കെടുക്കുന്ന യോഗത്തിൽ നടന്ന ഒരു വിഷയമായതുകൊണ്ട് ഈ വിഷയത്തിൽ കൂടുതൽ സംസാരിക്കാൻ ഇപ്പോൾ ഏതായാലും തയ്യാറാകുന്നില്ല. സംഭവങ്ങൾ നിർഭാഗ്യകരമാണെന്ന് മാത്രം പറഞ്ഞ് തൽക്കാലം വിട. നമുക്ക് വീണ്ടും കാണാം.